മക്കളെ ചുമ്മാ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ചുകൂടെ ഒക്കെ പ്രചോദനമായിട്ട് നിൽക്കണമെന്നേ. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞേ, പാത്രം നിറയ്ക്കലല്ല മറിച്ച് തിരി തെളിയിക്കലാകണം വിദ്യാഭ്യാസം. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വാസന വീശണം. അതിന്റെ സുഗന്ധം ആ പ്രദേശത്ത് വാസന വീശുന്നു. നാളെയുടെ മുകുളങ്ങളാണ് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നെഗറ്റീവായിട്ടുള്ള കമന്റാണ്, അല്ലെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് മൈ ഗോഡ് എല്ലാവരും കേൾക്കാറുണ്ട്. ചിറകുടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, പറക്കണം പറന്നുയരണം, പറന്നു പറന്നു പോകണം, പറക്കണം പറന്നുയരണം, പറന്നു പോകണം. ദൈവത്തിൻ കരുണയാൽ പുതുചിറകു കിട്ടി കുരുവിക്ക്, ദൈവത്തിൻ കരുണയാൽ പുതുചിറകു കിട്ടി കുരുവിക്ക്. പറക്കണം പറന്നുയരണം, പറന്നു പോകണം. പറക്കുന്നേ പറന്നുയരുന്നേ, പറന്നു പോകുന്നേ, പറക്കുന്നേ പറന്നുയരുന്നേ, പറന്നു പോകുന്നേ. സൃഷ്ടിതാവാം ദൈവത്തോട കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു, സൃഷ്ടിതാവാം ദൈവത്തോട കുരുവി കരഞ്ഞു പ്രാർത്ഥിച്ചു. പറക്കണം പറന്നുയരണം, പറന്നു പോകണം, പറക്കണം പറന്നുയരണം, പറന്നു പോകണം. പല നാളായി കാക്കും ആശകൾ, കലിതുള്ളും കടലും ഇരുളടയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ. അനുരാഗം തോന്നിപ്പോയ അവരുടെ രാഗം പോയി, അപരാധം ഒരു ലക്ഷം കള്ളം കൊണ്ട് ഈ ലക്ഷ്യം നേടും നേരം അവർ ലക്ഷ്മി ദേവിയായി. പുലരാൻ നേരം അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി. നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട്
ഓടിയരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. നാളെയെന്തോ പുതുകാഴ്ചയെന്തോ, കൂടെ ആരോ ഇനി പോണതെങ്ങോ. കടുവേനൽ പോവും മഴ പെയ്യും തോരും, കഴുകിടുമെന്നും നിന്നുറിവുകളാറ്റിടും. പതറാതെ മുന്നിൽ മിഴി പാർത്തു പോകൂ, തെളിമനമോടെ നീ നെൽക്കനവുകളോടെ നീ. നാളേക്കായി നാളുകൊള്ളാതെ ചിലതു മറക്കേണം, ചിലത് സ്മരിച്ചിടേണം. നേരിൻ നാളം കാണാനുള്ളിൽ കഥകു തുറക്കേണം, തിരയണമോരോ കോണും. തിരിയുടെ കതിരൊളിയോ മറിച്ചേലൂടെ തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ. ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. ആലോലം ചാഞ്ചാടോ നാളത്തിൽ ചേരുന്നേ ആരോ പൊൻതിങ്കളോ. പൂന്തെന്നൽ വന്നാലും വാഴാതെ നിന്നാടും താരാജാലങ്ങളോ. ഉയരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ തോന്നിയോ. മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ. തിരിയുടെ കതിരൊളിയോ മറിച്ചേലൂടെ തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ. ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി
തുടരുകയാ അതിഗൂഢം അവിരാമം മനമതിലേതോ താളങ്ങൾ കഥയായി മാറാം കരളോരം കനലേന്തി ചുരമേറും മേഘങ്ങൾ ഒഴിയാറായോ ഭൂതകാലം ഒരു ചോദ്യം ശാല പോലായി തോന്നിടാം ഇന്നിതാ தென்கிழக்கு தேன் சிட்டு செம்பருத்தி பூமுட்டு செல்லம் கொஞ்சுதே தாலாட்ட எத்தனையோ காலம் வாராத வானவில் வந்தது போலி பேச உச்சியில நீந்தும் ஆகாச மீனென துள்ளிடுதே ஓ ஆசை மழை அடிக்கும் ஓஞ்சிரிப்பில் செடி முளைக்கும் நான் பூவாக வெயில் அடிக்கும் நாள் வரைக்கும் கொடை பிடிப்பேன் உன் தாயாக நீ நீ சொல்லும் கதை நான் கேட்கும் வர நாமாவும் மாய பறவைகளே தென்கிழக்கு தேன் சிட்டு செம்பருத்தி பூ முட்டு செல்லம் கொஞ்சதே தாலாட்ட. കുസൃതിയുള്ള കുഞ്ഞുമക്കളിലുള്ള ശ്രദ്ധിച്ചറിയാം പലപ്പോഴും മുതിർന്നവർ അവരോട് പറഞ്ഞേക്കുന്ന ഒരു വാക്യാണ് ഇരുമ്പ് കൊടുത്താലും നശിപ്പിച്ച് കൈ കൊടുക്കും എന്നുള്ളത്. ശരിക്കും ഈ ഇരുമ്പിനെ നശിപ്പിക്കുന്നത് നമ്മളാണോ? ഒരിക്കലും അല്ലാട്ടോ. ഇരുമ്പിനെ നശിപ്പിക്കുന്നത് അതിന്റെ അകത്തുള്ള തുരുമ്പ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യന്റെ കാര്യവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വെല്ലുവിളികൾ വരും. നമ്മൾ വിചാരിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം പുറത്തു നിന്നാണ് വരുന്നതെന്നാണ്. ഒരേ ഒരു സംഭവത്തെ പല മനുഷ്യരും രണ്ട് രീതിയിലാണ് കാണുന്നത്. ചിലർ അതിനൊരു അവസരമായി കാണും, ചിലർ അതിനൊരു ആപത്തായി കാണും. നമ്മുടെ ചിന്തയാണ് പ്രശ്നം. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതും നശിപ്പിക്കുന്നതും എല്ലാം നമ്മുടെ ചിന്തകൾ മാത്രമാണ്. ജീവിതത്തിൽ നല്ല ചിന്തകളോടെ മൂല്യബോധത്തോടെ നമുക്ക് മുന്നേറാൻ കഴിയട്ടെ.
തരികിടം ആക്ച്വലി എന്താണ് ഈ സ്ട്രെസ് എന്ന് നിങ്ങൾക്ക് അറിയാവോ? സൈക്കോളജിയുടെ ഭാഷയിൽ സ്ട്രെസ്സിന് ഒരു മെന്റൽ ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻ സ്ട്രെയിൻ, പ്രഷർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്താണ് സ്ട്രെസ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു ക്ലാരിഫൈ കിട്ടിയത് ഇങ്ങനെയാണ്: ഇറ്റ്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ അവർ എക്സ്പെക്ടേഷൻസ് ആൻഡ് റിയാലിറ്റി. ശരിയാണ്, ഒരു പരിധി വരെ നമ്മളെ സസ്വരാക്കുന്നത് നമ്മുടെ സ്വന്തം എക്സ്പെക്ടേഷൻസ് ആണ്, അല്ലേ? സോ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? വി നീഡ് ടു ലേൺ ടു എക്സ്പെക്ട് ലെസ് ആൻഡ് അക്സെപ്റ്റ് മോർ. നമ്മുടെ ജീവിതം ഒരു പുസ്തകം പോലെ. അതിൽ ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ ചാപ്റ്ററുകളാണ്. ഓരോ മോശം അനുഭവത്തിന് ശേഷവും നമ്മൾ പ്രതീക്ഷയോടെ പുതിയ താളിലേക്ക് കടക്കണം എന്നൊക്കെ നമുക്ക് എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യമാണ്. എന്നതിൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. ഓരോ മോശം അനുഭവങ്ങൾക്ക് ശേഷവും പുതിയൊരു താളിലേക്ക് പ്രതീക്ഷയോടെ മറിക്കുന്നതിന് മുമ്പ് എങ്ങനെ നമ്മൾ ആ മോശം സാഹചര്യത്തെ അതിജീവിച്ചു എന്നൂടെ നമ്മൾ എഴുതി ചേർക്കണം. പിന്നീട് ഒരു കാലത്ത് മറ്റൊരാൾ നമ്മളുടെ ജീവിതമാകുന്ന പുസ്തകം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്ത് നേടി, നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിച്ചു എന്നുള്ളത് അവർക്ക് തിരിച്ചറിവിന്റെ ഒരു പാഠം നൽകാൻ അത് സഹായിക്കും. മറ്റുള്ളവർക്ക് തിരിച്ചറിവുകളുടെ പാഠമായി നന്മയോടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.